മാങ്ങയിൽ പൊടിയിട്ട് ഇങ്ങനെ മാങ്ങ എടുത്തു. അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് പറയാം. മധുരവും മാങ്ങയ്ക്ക് മധുരവും ഉണ്ട്, പുളിപ്പും ഉണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ ശംഖുവത്തും ബീച്ചിലൊക്കെ പോകുമ്പോഴേക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ പഴുപ്പൂത്തതും പുളിപ്പും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ 10-25 ഒരു മാങ്ങയും കഴിച്ചിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ മാങ്ങ നമ്മളെല്ലാവരും പറഞ്ഞാൽ മാങ്ങയുടെ വലിയ താല്പര്യമാണ്. എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ എല്ലാവർക്കും മാങ്ങ കഴിക്കും. ഞാൻ മാങ്ങ കഴിക്കാത്ത ഒരാളും കാണില്ല. പക്ഷെ ഇതിന് പുളിപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂട് സമയം തുടങ്ങിയ ഉടനെ സ്കൂളിലെ പിള്ളേരെ പറയും. എന്തെങ്കിലും വീട്ടിലെ കാര്യം പറഞ്ഞാലും ഉടനെ ആരാധിക ആരാധിക ഒരു കൃത്യമുണ്ട്. 24 മണിക്കൂർ ഇവരെ രണ്ടുപേരെ കേട്ട് വയ്യ. വീട്ടിലെ കാര്യം അവന്തികയുണ്ട്, രാധികയുണ്ട്, എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടോ. കമന്റും കൂടെ ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ഇതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കാട്ടായിട്ടുള്ളൂ. എളുപ്പമാണ് നമുക്ക് ചെയ്യാം. ഏതെങ്കിലും മാങ്ങയാലും മതി. ഉപ്പ് മാത്രമാണെങ്കിൽ ഉപ്പ്. ഞാൻ ഉപ്പിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നീ പറഞ്ഞു കൊടുക്കാം മാങ്ങ. അവർക്ക് അറിഞ്ഞൂടാ. മാങ്ങ അതിൻ്റെ ആർക്കും അറിഞ്ഞൂടാ. പാവം. പണ്ടൊക്കെ റോഡിൽ നടക്കുമ്പോൾ റോഡിൽ കിടക്കുന്ന മാങ്ങകളെല്ലാം പറക്കി, പണ്ട് വഴിയെ റോഡിൽ കിടക്കുന്ന ഏതെങ്കിലും മാവിൻ്റെ മുട്ടിൽ പോയി പറക്കി അതിൻ്റെ പാവാടയിൽ തുടച്ചിട്ട് റോഡിൽ വെച്ച് തന്നെ കടിച്ച് തിന്നും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. വയലിൽ മാങ്ങ പറിക്കും. വയലിൻ്റെ മൂട്ടിൽ ഒരു മാവുണ്ടായിരുന്നു പണ്ട്. അവിടെ ഞാനും എൻ്റെ വലിയമ്മേരെ മോനും കൂടെ രാവിലെ പോയി അവിടെ ആ മാവിൻ്റെ മുട്ടി കിടക്കണ മാങ്ങയെല്ലാം പറക്കി തിന്ന് വയലിൽ കിടന്ന് കളിച്ചിട്ട് വരും. അവിടെ നല്ല എനിക്കൊരു 7-8 വയസ്സ് 10 വയസ്സുള്ളപ്പം അങ്ങനെയായിരുന്നു. അത്രയ്ക്ക് മാങ്ങ കൊതിയായിരുന്നു. എവിടെ മാങ്ങ നടന്നാലും നുള്ളിപ്പറക്കി കഴിവുപോലും ഇല്ല. തുടച്ചിട്ട് തിന്നും, തുണിയിൽ തുടച്ചിട്ട് തിന്നും. കാലത്തിൽ അങ്ങനെയൊന്നും നെല്ലിക്ക ജാമ്പയ്ക്ക ഉള്ളത് അത്രയുണ്ട്. നമ്മൾ കുറേ കാലം കിള്ളിപ്പാലത്ത് താമസിച്ചിരുന്നു. മേലാറൊരു അവിടെയാണ് വയൽ. ആ വയലിൻ്റെ കരയിൽ 2 മാവുണ്ട്. നമ്മളെ വീട്ടിൽ വരുമ്പോൾ